ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. മാർബിൾ കേക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കാൻ, ഏത് കുട്ടികൾക്കും ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കാൻ, അതുപോലെ പേസ്ട്രി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക്. അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാലേ നമ്മൾ പേസ്ട്രി ഉണ്ടാക്കുമ്പോഴും നല്ല ഭംഗിയിൽ, നല്ല രസത്തിൽ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതിനിവിടെ എടുത്തത് 4 മുട്ടയാണ്. ഞാനെടുത്ത മുട്ട ചെറുതായിരുന്നു, അതുകൊണ്ടാണ് 4 എടുത്തത്. മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ അൺസാൾട്ടഡ് ബട്ടർ ഉരുക്കിയതാണത് 1 കപ്പ്, പിന്നെ വാനില എസൻസ് ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാനില പൗഡർ ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ ഷുഗർ, പഞ്ചസാര പൊടിച്ചതാണ് ഇത്, പിന്നെ കുറച്ച് പാലും. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ പറയാനുള്ളത്, ഈ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയിൽ ഒരു വൈറ്റ് കളർ ഒരു പാർട്ട് കാണാം. നിങ്ങൾക്ക് ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതെടുത്ത് മാറ്റിയാൽ മുട്ടൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടുമെന്നാണ് പറയുന്നത്. അതെനിക്ക് കേക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ലോണം ഫീൽ ചെയ്തു. മുട്ടൻ്റെ സ്മെല്ലേ ഇല്ലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് നേരം ഈ മുട്ട ബീറ്റ് ചെയ്യാം. നല്ല ഹൈ സ്പീഡിലിടരുത്, മീഡിയം സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അതിനിടയിൽ നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 360 ഫാരൻഹീറ്റിലാണ് വെക്കുന്നത്. നോർമലി 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യാം. ഒന്നായിട്ട് ഒരുമിച്ച് അതിലേക്ക് ചേർക്കരുത്, കുറേശ്ശെ ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ മുട്ടൻ്റെ മിക്സ് വൈറ്റ് കളർ ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ വാനില പൗഡറാണ് ഉപയോഗിച്ചത്. വാനില എസൻസ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് കുറച്ച് നേരം കൂടി ബീറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. മെൽറ്റഡ് ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ഓയിലും ഉപയോഗിക്കാം. 1 കപ്പ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ എഗ്ഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദപ്പൊടിയും അതുപോലെ ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ബേക്കിംഗ് പൗഡർ മൈദയിലേക്ക് മിക്സ് ആയിക്കോളും. ഇനി മൈദപ്പൊടിൻ്റെ മിക്സ് എഗ്ഗ് മിക്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫോൾഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പിന്നെ ബീറ്റർ ഉപയോഗിക്കരുത്. ഇങ്ങനെ മെല്ലെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സാവധാനം അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് വാനില സ്പഞ്ച് കേക്കിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള മിക്സ്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പഞ്ച് കേക്ക് കിട്ടും. പക്ഷെ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് മാർബിൾ കേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 പോർഷനാക്കി മാറ്റണം. ഈ കേക്ക് മിക്സ് 2 പോർഷനാക്കി മാറ്റിയിട്ട് ഒരു പോർഷനിൽ നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക, അതുപോലെ കുറച്ച് പാലും, മറ്റേ പോർഷന് അതുപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഞാനിതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്യാം. അത് നോക്കിയിട്ട് പാൽ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പാനിലാണ് കേക്ക് റെഡിയാക്കുന്നത്. അപ്പം ഗ്രീസ് ചെയ്യാണ് കേക്ക് പാന് ബട്ടർ ഉപയോഗിച്ചിട്ടും അതുപോലെ മൈദപ്പൊടി ഉപയോഗിച്ചിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് മിക്സ്, അതിന് മുകളിൽ വാനില കേക്ക് മിക്സ്, അങ്ങനെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലെ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 25 to 30 മിനിറ്റിലാണ് വെച്ചത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ കേക്ക് കിട്ടി. നിങ്ങൾക്കിതിൽ കാണാം നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരുന്നു, അതുപോലെ നല്ല സോഫ്റ്റും ആയിരുന്നു. ഇനി നമുക്കിത് നല്ല തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ കട്ട് ചെയ്യുന്ന പോർഷന് എടുത്തിരുന്നു, പക്ഷേ അത് ഡിലീറ്റായി പോയി. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാം ഒരു കേക്കിൻ്റെ അതേ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പേസ്ട്രിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതേ കേക്ക് മിക്സ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.